ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ കുടവേർ കുറയ്ക്കാൻ പറ്റാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അത് നമ്മുടെ ഡ്രസ്സുകളിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ടിപ്പാണ്. ഈ ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. നല്ലോണം വയറ് ചാടിയെന്ന് തോന്നുന്ന ആളുകളാണ് ഇത് ചെയ്യേണ്ടതുള്ളൂ. തീരെ മെലിഞ്ഞവർ ചെയ്യേണ്ടതില്ല കേട്ടോ. അതെങ്ങനെ ഫ്രോക്കിലായാലും ചെയ്യാം, നമുക്ക് ചുരിദാറിലായാലും ചെയ്യാം. നമ്മളിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് സ്ലിറ്റ് ഉള്ള ചെറിയ ടോപ്പിലാണ് കേട്ടോ. ഈ ടോപ്പിൻ്റെ കട്ടിങ് നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഇതിൻ്റെ ഈ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നമ്മൾ കൊടുക്കാം കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അതിനായിട്ട് നമ്മളിപ്പോൾ ചെയ്ത ട്രിക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചുരിദാറാണ് എടുത്തിരിക്കുന്നത്. ഈ ചുരിദാറിന് സൈഡിൽ സ്ലിറ്റ് ഉള്ളതാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നല്ല വശമാണ് മുന്നിലോട്ട് വരുന്ന രീതിയിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോൾ ചുരിദാറാണ് ഇടുമ്പോഴാണ് വയറിങ്ങനെ കൂടുതലായിട്ട് തോന്നുന്നതെങ്കിൽ അങ്ങനത്തെ ആ ഡ്രസ്സിൽ ചെയ്യാം. ഫ്രോക്കിൽ ഇടുമ്പോഴാണ് അങ്ങനെ തോന്നണമെങ്കിൽ അങ്ങനത്തെ ചെയ്യാം. പിന്നെ ലാച്ച പോലത്തെ ബ്ലൗസുകളിലാണ് അങ്ങനെ തോന്നുന്നെങ്കിൽ, നമ്മുടെ പ്ലീറ്റ്സൊക്കെ ഉള്ള പോലത്തെ ഡ്രസ്സുകളിലാണെങ്കിൽ അതിലും ചെയ്യാം. നൈറ്റിയിലാണ് തോന്നണമെങ്കിൽ അതിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ചുരിദാർ ടൈപ്പ് നൈറ്റിയൊക്കെ ആണെങ്കിൽ വയറ് ചാടിയതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. ചെറിയൊരു മോഡൽ പോലെ ആയിട്ട് വരും. അതിനായിട്ട് നമുക്ക് വേണ്ടത് 2 ഐറ്റമാണ്. ഒന്ന്, നമുക്കൊരു റബ്ബർ ബാൻഡ് വേണം, ഒരു വള വേണം. 2 ഐറ്റം വേണം. ഒരു റബ്ബർ ബാൻഡും വേണം, ഒരു വളയും കൂടിയും വേണം കേട്ടോ. ഇത് നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഇത് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ നല്ല വശത്തല്ല വള വെച്ചിട്ട് ചെയ്യുന്നത്, ഉൾവശത്താണ് നമ്മൾ വള വെക്കുന്നത് കേട്ടോ. ഉള്ളിലേക്ക് കടത്തി വയ്ക്കണം, വയറിൻ്റെ ഭാഗത്തേക്കായിട്ട് ഒരു സ്വല്പം ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ, വയറിൻ്റെ ഒരു പൊടിക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് നല്ല വൃത്തി കൂടുതലായിട്ട് വരും കേട്ടോ. ഒരു സ്വല്പം, ഒരുപാട് അങ്ങോട്ട് താഴത്തേക്ക് ഇറക്കിയിട്ടല്ല, വയറിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒന്ന് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളയുടെ വലിപ്പം ചെറുതും വലുതൊക്കെ നമുക്ക് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അതേതാണ് നിങ്ങൾക്ക് ഭംഗിയെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന വളയാണ് നമ്മൾ എടുത്തത് കാണിച്ചു തരുന്നത്. നമ്മളിപ്പോൾ ഇട്ട് കാണിച്ചത് നമ്മൾ ചെറിയൊരു ടോപ്പിലാണ് കേട്ടോ ഇട്ട് കാണിച്ചത്. അത് സ്ലിറ്റുള്ള ടോപ്പിലായിരുന്നു കേട്ടോ നമ്മൾ ഇട്ട് കാണിച്ചത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ ഭാഗം നമ്മൾക്ക് ക്യാമറയിൽ പെട്ടില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. ഇത് നമ്മുടെ സ്ലിറ്റിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഈ ചുരിദാറിന് ടക്കില്ലാത്ത ചുരിദാറാണ് കേട്ടോ. അപ്പോൾ അത് ടക്കില്ലാത്തതിനാകുമ്പോൾ കൂടുതൽ ഒരു ഭംഗി വരും കേട്ടോ. ടക്കുള്ളതാവുമ്പോൾ കുറച്ചും കൂടി ആ ഒരു ഷേപ്പ് കൃത്യമായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മുടെ 2 സൈഡിലും ടക്ക് വരുമ്പോഴേ, ഫ്രണ്ടിൽ ടക്ക് വരുമ്പോൾ ഈ ഒരു രീതിക്ക് ഇങ്ങനെ ഞെറിവ് വരില്ല. ഞെറിവ് കിട്ടണമെങ്കിൽ ഇതുപോലെ ടക്കില്ലാത്ത ചുരിദാറിലായിരിക്കും കൂടുതൽ ഭംഗിയായിട്ട് നിൽക്കുക. മാത്രമല്ല, നമുക്ക് ഉൾസൈഡിലേക്ക് നമുക്ക് വയറിൻ്റെ ഭാഗത്ത് കുത്തിത്തറയ്ക്കുകയോ ഇന്നർ ഭാഗത്ത് ഷിമ്മിട്ടില്ല എങ്കിൽ കുത്തിത്തറയ്ക്കുകയോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അത് ചെയ്യുമ്പോൾ നോക്കിക്കോളും. കണ്ടില്ലേ, നമ്മൾ ഉള്ളിലാണ് വള വെച്ചത്, പൊട്ടവശത്ത് വെച്ചത്. എന്നിട്ട് ഇങ്ങനെ നമ്മളൊന്ന് പിടിച്ച് കൊടുത്ത ശേഷം വേണം നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ റബ്ബർ ബാൻഡ് എത്രത്തോളം ലൂസ് ഉള്ളതാണോ, വലിപ്പം കൂടുതലാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ടൈറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ടൈറ്റ് ചെയ്ത ശേഷം നമ്മൾ അതിനനുസരിച്ച് ഞെറിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക, ഒന്ന് വലിച്ച് ഇടുക. അപ്പോൾ അത് കറക്റ്റായിട്ട് കിടക്കും. അപ്പോഴാണ് കൂടുതലായിട്ട് ഭംഗിയായിട്ട് വരിക. നമ്മളിത് സ്ലിറ്റ് ഉള്ളതിലാണ് ചെയ്ത് കാണിച്ചിട്ട്, ഇപ്പോൾ നമ്മൾ ഇത് കാണിച്ചു തരുന്നത് സ്ലിറ്റ് ഉള്ളതല്ല, സ്ലിറ്റ് ഇല്ലാത്തതിലാണ്. സ്ലിറ്റ് ഇല്ലാത്തതിൽ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഭംഗി ഉണ്ടാവും കേട്ടോ. നമ്മളിപ്പോൾ ഇട്ട് കാണിച്ചതും സ്ലിറ്റ് ഉള്ളതിലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സൈഡിൽ സ്ലിറ്റ്, നമ്മുടെ ചുരിദാറിൻ്റെ സൈഡ് സ്ലിറ്റിന് മുകളിലായിട്ടാണ് നമ്മളിത് ഇട്ടത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.